ഹലോ, ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 വയസ്സിന് മുകളിലോട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളൊരു 50-55 വയസ്സൊക്കെ ആവുമ്പോഴേക്കും നമ്മുടെ മനസ്സിനകത്ത് നമ്മുടെ ശരീരം എത്തുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പരിതപിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു ജോലികളും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഒന്നിനും ഒരു മൂഡില്ല, ശരീരത്തിനെല്ലാം പ്രശ്നങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ വന്ന് പിടിമുറുക്കുന്ന ഒരു സമയം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് പറയാനുണ്ടാവുകയുള്ളൂ. അപ്പം ഈ ഒരു പ്രശ്നത്തിനെ നമുക്ക് മാറ്റിയെടുക്കാം. നിങ്ങൾ ഇതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു വ്യായാമം നിങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, ആരോഗ്യകരമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്, അതേപോലെ തന്നെ മാനസികമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പം ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് കുറച്ച് അടിപൊളി വ്യായാമങ്ങളാണ്. അപ്പം നിങ്ങൾ രാവിലെ ഉറക്കമൊക്കെ എഴുന്നേറ്റിട്ട് നിങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് നിങ്ങൾ ഈ വ്യായാമങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുന്നത്. നിങ്ങളുടെ ഫുൾ ബോഡിയെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കാനും സ്ട്രെങ്ത് ആക്കാനും ഒക്കെ സഹായിക്കുന്ന വ്യായാമങ്ങളാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ വർക്കൗട്ടുകളാണ്. ഓക്കെ, സ്ത്രീ എന്നോ പുരുഷനെന്നോ എന്നുള്ള ഒരു വ്യത്യാസവും ഇതിനകത്തില്ല. ആർക്ക് വേണമെങ്കിലും ഇത് ഫോളോ ചെയ്യാം. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ നല്ല ബെനിഫിറ്റ് ഉണ്ടാവും. നിങ്ങളുടെ ആരോഗ്യമൊക്കെ നല്ല രീതിയിൽ മെച്ചപ്പെടും. ഓക്കെ, അപ്പം കൂടുതൽ നമുക്ക് സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാൻ കൃത്യമായിട്ട് വ്യായാമങ്ങൾ കാണിച്ചു തരാം, നിങ്ങൾ അതേ കണക്കൊന്ന് ഫോളോ ചെയ്താൽ മതി. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ കണക്ക് തന്നെ രാവിലെ എഴുന്നേൽക്കുന്നു, നല്ല രീതിയിലൊന്ന് ഫ്രഷ് ആവുന്നു. അതിനുശേഷം നിങ്ങൾ മടിയൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുക. നിങ്ങൾ ഫസ്റ്റിലെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് നമുക്കൊന്ന് വാമപ്പ് ചെയ്യാം. വാമപ്പ് ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കണക്ക് സ്ട്രൈറ്റ് ആയിട്ട് നിന്നതിന് ശേഷം നിങ്ങളുടെ കൈകൾ ഇതേ കണക്ക് മുകളിലോട്ട് ഉയർത്തുക. ഓക്കെ, നിങ്ങൾക്ക് ഒരു 10 പ്രാവശ്യം ഇതേ കണക്ക് കൈകൾ ഇതേപോലെ മുകളിലോട്ടും താഴോട്ടും ഇതേപോലെ ചെയ്യാവുന്നതാണ്. 10 എണ്ണം നിങ്ങൾ ചെയ്താൽ മതി. അതിനുശേഷം രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതേ കണക്ക് തന്നെ സ്ട്രൈറ്റ് ആയിട്ട് വന്നതിന് ശേഷം നിങ്ങളുടെ കൈകളുടെ ഇതേ കണക്ക് സൈഡിലോട്ട് ഇതേപോലെ ഇങ്ങനെ 4, 5, 6, 7 ഇതേ കണക്ക് നിങ്ങളൊരു 10 പ്രാവശ്യം ചെയ്യുക. ഓക്കെ, ഇത് മാത്രം നിങ്ങൾ വാമപ്പാട്ട് ചെയ്താൽ മതി, നിങ്ങൾ കൂടുതലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിനുശേഷം നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എക്സസൈസ് നമ്പർ 1, സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. സ്ട്രൈറ്റ് ആയിട്ട് നിന്നതിന് ശേഷം ഇതേപോലെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 1, 2. ഈ വ്യായാമത്തിന് പ്രത്യേകിച്ച് നിയമങ്ങൾ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ കറക്റ്റായിട്ട് രീതിയിൽ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് വ്യായാമം. നിങ്ങളെ കൊണ്ട് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ നിങ്ങൾ അത്രത്തോളം ചെയ്തോളൂ, യാതൊരു പ്രശ്നവുമില്ല. സ്ലോ ആയിട്ടുള്ള വർക്കൗട്ടുകളാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ, ഞാനിപ്പം സ്ട്രൈറ്റ് ആയിട്ട് നിന്ന് ചെയ്ത് കാണിച്ചു കണക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫിത്തി സൈഡിലോട്ട് നിന്നതിന് ശേഷം, ഓക്കെ, ഇത് കണക്കൊരു ഫിത്തിയോട് നിങ്ങൾക്ക് ചേർന്ന് നിൽക്കാം. അതിനുശേഷം 1, 2, 3, 4 ഇതേ കണക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഈ എക്സസൈസ് ചെയ്യുന്ന വഴി നിങ്ങളുടെ കാലുകളും നിങ്ങളുടെ ഈ വയറിന്റെ ആ ഒരു പേശികളും ഒക്കെ നല്ല സ്ട്രെങ്ത് ആവും. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ നിങ്ങൾ സെറ്റ് ഓർ അങ്ങനെയൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങളെ കൊണ്ട് മാക്സിമം എത്രത്തോളം ചെയ്യാൻ പറ്റും നിങ്ങൾ അത്രത്തോളം ചെയ്യുക. നിങ്ങൾ തുടക്ക സമയത്തൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 5 എണ്ണമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളെങ്കിൽ അത് മതി. നിങ്ങൾ പതിയെ പതിയെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആവാൻ പറ്റും. ഒരു മുല്ലപ്പൂ കൂട്ടി, നല്ല മണം, വീട്ടിൽ തന്നെ കളിച്ചാണ് കേട്ടോ. നല്ല എനർജിയാണ്. അപ്പം അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനോട് ബെഡിനോട് ചേർന്ന് നിൽക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെയർ ഉപയോഗിക്കാം. ഓക്കെ, സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. നിങ്ങളുടെ ചെസ്റ്റ് ഒക്കെ നിങ്ങൾ അപ്പ് ചെയ്ത് സ്ട്രൈറ്റ് ആയിട്ട് ഇതേ കണക്ക് നിൽക്കുക. നിന്നതിന് ശേഷം നിങ്ങൾക്ക് കൈ ഇതേ കണക്ക് പിടിക്കുക. ഓക്കെ, ഇതേപോലെ 1, 2, 3 വളരെ സാവധാനം ചെയ്താൽ മതി. ഓക്കെ, 4, 5, 6, 7, 8, 9, 10
ഇതേ കണക്ക് നിങ്ങൾ ഒരു 10-15 നിങ്ങളെ കൊണ്ട് പറ്റാവുന്നിടത്തോളം നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, നിങ്ങളുടെ ഈ ലോവർ ബോഡിയെ നല്ല രീതിയിൽ സ്ട്രെങ്ത് ആക്കാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണിത്. അപ്പം തുടക്കത്തിലൊക്കെ ചിലപ്പോൾ ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കൂ, തീർച്ചയായിട്ടും നടക്കും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ലോവർ ബോഡിക്ക് നല്ല സ്ട്രെങ്ത് കിട്ടുന്ന എക്സസൈസ് ആണ്. ഇതേ കണക്ക് ഇത്ര മാത്രം നിങ്ങൾക്ക് ഇതേ കണക്കൊന്നൊന്നിരിക്കാം. അപ്പ് അപ്പ്, കണ്ടല്ലോ, ഇതേപോലെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ മൂന്നാമതായിട്ട് ചെയ്യേണ്ട വ്യായാമം എന്ന് പറയുന്നത്, നിങ്ങൾ ഇതേ കണക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് നിന്നതിന് ശേഷം ഇതേ കണക്ക് നിൽക്കാം. നിന്നതിന് ശേഷം 1 2 3 നിങ്ങളുടെ കാലിന്റെ വിരലിൽ കുത്തിക്കൊണ്ട് നിങ്ങൾ മുകളിലോട്ട് ആവുന്ന സമയത്ത് തന്നെ കൈകളും ഇതേപോലെ ഉയർത്തിയാൽ മതി. നല്ല എക്സസൈസ് ആണിത്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ശരീരത്തെ ഫുള്ളായിട്ട് എനർജി ആക്കാൻ സഹായിക്കുന്ന ഒരു നല്ല എക്സസൈസ് ആണ് ഇതേ. 1 2 3 4 5 6 7 8 9. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് ബാലൻസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭിത്തിയോട് ചേർന്ന് നിൽക്കുക. ഇതേയാണത്. അതിനുശേഷം ഇതേപോലെ 1 2 3 4 5 6. അപ്പം ഇതേ കണക്ക് ഞാൻ പറഞ്ഞ കണക്ക് തന്നെ നിങ്ങൾ റെപ്പറ്റേഷൻ ഒന്നും നോക്കണ്ട, നിങ്ങളെ കൊണ്ട് പറ്റുന്ന കണക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഈ ഒരു ഭാഗത്തെ മസിൽസ് ഒക്കെ നല്ല രീതിയിൽ സ്ട്രെങ്ത് ആവും. അതേപോലെ തന്നെ നിങ്ങളുടെ ഷോൾഡർ മസിലും ചെസ്റ്റ് മസിലും ഒക്കെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണിത്. അടുത്ത വ്യായാമത്തിലോട്ട് പോയാലോ? അടുത്ത വ്യായാമം ചെയ്യാനായിട്ട് നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. സ്ട്രൈറ്റ് ആയിട്ട് നിന്നതിന് ശേഷം ഓക്കെ, നിങ്ങൾ വ്യായാമം ചെയ്യുമ്പോൾ എപ്പോഴും നല്ല മൂഡോടുകൂടി മടിയൊന്നും ഇല്ലാതെ തന്നെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ വ്യായാമം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ എനർജിക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് കിട്ടും. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യായാമം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിലോട്ട് കോൺസെൻട്രേഷൻ ചെയ്ത് നിങ്ങൾ എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഈ വ്യായാമം ചെയ്യാനായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കാം. സ്ട്രൈറ്റ് ആയിട്ട് നിന്നതിന് ശേഷം നിങ്ങളുടെ ഒരു കാല് ഇതേ കണക്ക് മുമ്പോട്ട് വെക്കുക. മുമ്പോട്ട് വെക്കുന്ന അനുസരിച്ച് തന്നെ ഇതേപോലെ 1 2 3 4 5 6 7 8 9 10. മനസ്സിലായല്ലോ? ഈ ഒരു വ്യായാമം ചെയ്യുന്ന സമയത്ത് കൂടുതലും ജോലി ചെയ്യുന്നത് നിങ്ങളുടെ കാലുകളാണ്. നമുക്ക് കാലുകൾക്ക് നല്ല ബെനിഫിറ്റ് ആണ് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ നട്ടല് ഭാഗം, നമ്മുടെ ഷോൾഡർ ഭാഗമൊക്കെ നല്ല രീതിയിൽ സ്ട്രെങ്ത് ആക്കാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് കൂടിയാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. ഒരു കാല് ഇതേണക്ക് ഫ്രണ്ടിലോട്ട് കയറ്റി വെക്കുക. 1 2 3 4 5 6. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾ ചെയ്യുക. അടുത്ത വ്യായാമത്തിലോട്ട് പോവാം. അടുത്ത വ്യായാമം ചെയ്യാനായിട്ട് നിങ്ങൾ ഇതേ കണക്ക് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. സ്ട്രൈറ്റ് ആയിട്ട് നിന്നതിന് ശേഷം കൈകൾ നിങ്ങൾക്ക് ഇതേ കണക്ക് പിടിക്കുക, ഇതേപോലെ. ഓക്കെ, അതിനുശേഷം 1 2 3 4 5 6 7 8 9 10. നിങ്ങളുടെ കാലുകളുടെ മസിൽസും അതേപോലെ തന്നെ നിങ്ങളുടെ ആബ്സിന്റെ മസിൽസും നല്ല രീതിയിൽ സ്ട്രെങ്ത് ആവും. അപ്പം ഇത് കണക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഭിത്തിയോട് ചേർന്ന് നിൽക്കുക. 1 2 3 4 5 6 7 8. അപ്പോൾ ആദ്യമൊക്കെ ഭിത്തിയുടെ സൈഡിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. പക്ഷെ പതിയെ പതിയെ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ പൊസിഷനിലോട്ട് വരിക. ഈ എക്സസൈസുകളെല്ലാം തന്നെ നിങ്ങളുടെ ബോഡി ബാലൻസും ബോഡി പോസ്റ്ററും ഒക്കെ മെച്ചപ്പെടുത്തുവാനും കൂടി സഹായിക്കും. നമുക്ക് പ്രായമായി വരുന്തോറും നമ്മുടെ ബോഡിയുടെ ബാലൻസ് ഒക്കെ നഷ്ടമാകുന്ന അവസ്ഥയുണ്ടാകും. അതിനെ തന്നെ നമുക്ക് ബോഡി പോസ്റ്ററിനൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങും.
അപ്പോൾ അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ എക്സസൈസ് നിങ്ങൾ ചെയ്യുക. അടിപൊളി വ്യായാമമാണ്. 1 2 3. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫൈനൽ എക്സസൈസ് ഇത് കണക്ക് കാല് ഒന്ന് വൈഡ് ചെയ്ത് നിൽക്കുക. ഞാൻ ഈ നിൽക്കുന്ന കണക്ക് ഒരുപാടങ്ങ് വൈഡ് ചെയ്യരുത്. ഓക്കെ, ഇത്ര മാത്രം നിങ്ങളൊന്ന് വൈഡ് ചെയ്ത് നിൽക്കുക. വൈഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് ഒരു കൈ നിങ്ങളുടെ ഹിപ്പ് വശത്തായിട്ട് ഇങ്ങനെ പിടിക്കുക. ഓക്കെ, ജസ്റ്റ് ഇത്ര മാത്രം ഒന്ന് ഇത്ര മാത്രം കേട്ടോ. 1 2 3 4 5 6 7 8 9 10. ഈ ഒരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഹിപ്പ് മൊബിലിറ്റിക്കും അതിനൊക്കെ തന്നെ ഈ വശത്തെ ഒരു മസിൽ സ്ട്രെങ്തനിങ്ങിനൊക്കെ സഹായിക്കുന്ന ഒരു നല്ല വ്യായാമമാണ്. അപ്പം മനസ്സിലായല്ലോ. ഇത് കണക്ക് നിന്നതിന് ശേഷം ഒരു കൈ കണക്ക് വെച്ച് ഇത്ര മാത്രമേ നിങ്ങളുടെ ഇത്ര മാത്രമേ വരാവുള്ളൂ കേട്ടോ. ഒരുപാടങ്ങ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ചിലപ്പോൾ ലോവർ ബാക്കിനൊക്കെ വേദന ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ചെറുതായിട്ട് 1 2 3. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾ ചെയ്താൽ മതിയാവും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട എക്സസൈസ് എന്ന് പറയുന്നത്. ഞാൻ വിശദമായിട്ട് തന്നെ എക്സസൈസുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരുപാട് വ്യായാമങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള വർക്കൗട്ട് വീഡിയോകളൊക്കെ ഇനി ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് വീട്ടിൽ ഫോളോ ചെയ്യാൻ പറ്റിയ നല്ല നല്ല എക്സസൈസുകളാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. നമ്മൾ വ്യായാമങ്ങളുടെ വീഡിയോ കയറി ജസ്റ്റ് കണ്ടിട്ട് കാര്യമില്ല. നമ്മളത് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ